ഇതിന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം ചരമവാർഷികം ആയതുകൊണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി പുതുപ്പള്ളി വരുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കായത്. പോലീസ് വണ്ടിയൊക്കെ കുറേ ഉണ്ടായിരുന്നു. ആശുപത്രിയിലോട്ട് പോവാണ്. അമ്മുണ്ട്, അമ്മയുണ്ട്. ഒരു ഹായ് കൊടുത്തേ അമ്മ. സഞ്ജീവനി ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോകുന്നത്. അവരെ ആശുപത്രിയിലാക്കിയിട്ട് ഞാൻ ദേ കടയിലോട്ട് പോവാണ്. ഇതാണ് പാറേപ്പള്ളി. ആശുപത്രി നേരെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് വന്നത്. ഇവിടെ വല്ലതും കഴിക്കാനുണ്ടോ നോക്കാം. ചേച്ചിയുടെ വീട്ടിൽ ഇഡലിയും സാമ്പാറുമാണ് സ്പെഷ്യൽ. ബാക്കി ഇനി വീട്ടിൽ പോയി കഴിക്കാം. കാല് വയ്യാത്തോണ്ട് ഇവന്റെ സ്കൂളിൽ പോകാതെ ഇവിടെ ഇരിക്കുക, ഗെയിമും കളിച്ച്. നല്ല മഴയാണ്. മഴയെല്ലാം കണ്ടിങ്ങനെ ഇരിക്കുക. ടാറ്റ പോവാം. വരുന്നോ? ബാ ടാറ്റ പോ. ചെരുപ്പെടുക്ക്. വരുന്നോ? ടാറ്റ പോവാം. ടാറ്റ ടാറ്റ ടാറ്റ. ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടി ചുമ്മാ ഇറങ്ങുമായിരുന്നു. പാറപ്പള്ളി പുതിയതായിട്ട് പണിയുന്നതാണത്. നല്ല ബ്ലോക്കാണ്. സ്കൂൾ വിട്ടേക്കുന്നോണ്ടായിരിക്കും. അങ്ങനെ മാറ്റി തിരിച്ച് വെച്ച് നോക്കാം. ലോട്ടായിട്ടുണ്ട്. റേറ്റ് ആയിരിക്കും വാങ്ങിക്കുന്നത്. അതാ റേറ്റ്. സർവീസ് കൊള്ളത്തില്ല. ഇത് നമ്മുടെ പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ ചങ്ങനാശ്ശേരി നിന്ന് ആലപ്പുഴയിലോട്ട് തിരിയുന്ന വഴിയാണ് പോകുന്നത്. പമ്പിൽ കയറി കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോകും. നമ്മളിത് കിടങ്ങറ പാലത്തിൽ നിന്ന് ഇടത്തോട്ട് തിരിയുന്നു. അവിടെയാണ് നമ്മൾ വെച്ച് ചായ കുടിക്കാൻ പോകുന്നത്. ഇത് കുട്ടനാട്ടിലെ ഒരു പ്രധാനമായിട്ടുള്ളൊരു
കള്ളുഷാപ്പ് ഗരുഡാഗിരി. നല്ല തിരക്ക് എപ്പോഴും ഇവിടെ. ഇതാണ് ചായ ദുക്കാൻ. ആൾക്കാർ നിൽക്കുന്നു ഇതാണോ? കുറേ കടികളൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയാണ് ഇവിടെ. അത്യാവശ്യം ഇൻസ്റ്റ റീൽസൊക്കെ വന്ന് ഫേമസ് ആയത്. നമ്മളൊരു കട്ട്ലേറ്റ് മേടിച്ചു, പിന്നെ മീറ്റ് റോൾ മേടിച്ചു, പിന്നെ അവിടുത്തെ 2 സ്പെഷ്യൽ കടികളാണ് ഈ കാണുന്നത്. ബ്രെഡിനകത്തും പിന്നെ ഒരു മൈദയുടെ ഒരു ഇതിനകത്തൊക്കെ കുറേ ഫില്ലിങ്സ് വെച്ചിട്ടുണ്ട്. ചായ ദുക്കാൻ എന്നാണ് കടയുടെ പേര്. അതിൻ്റെ തൊട്ടടുത്ത് കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ചായകളാണ്. ഞങ്ങൾ ചായ കുടിച്ച് തിരിച്ചു വരുന്ന വഴിയായത് കണ്ടത്. ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത് 1 മണിക്കൂറത്തേക്ക്. എന്നാൽ പിന്നെ അതിൽ കയറാമെന്ന് വിചാരിച്ചു. കണ്ണൂർക്കാട് ഫസ്റ്റ് വന്നിട്ട് എടുക്കേണ്ടതല്ല. ഞങ്ങളവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ ഈ കള്ള് ചെത്താൻ പോകുന്നുണ്ടായിരുന്നേ. നമ്മുടെ വണ്ടി അങ്ങ് ദൂരെ കാണുന്ന കണ്ടോ, അവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മൾ ചവിട്ടി വന്ന. അങ്ങനെ ഞങ്ങൾ വള്ളത്തിലിരുന്ന് സൂര്യാസ്തമയം കാണുകയാണ്. അവിടെ കുറെ താറാവൊക്കെ ഉണ്ട്. നമ്മൾ 5:45 കയറിയത്. 1 മണിക്കൂറാ. കറക്റ്റ് 6:45 ആകാറായപ്പോൾ നമ്മൾ ചേച്ചി നമ്മളെ കാണാത്തോണ്ട് വിളിക്കാൻ വന്നതാണ്. ഈ വഴിയെല്ലാം തുഴഞ്ഞ് കറങ്ങി വന്ന ഒരു പട്ടി. ഇതിന്റെ അരി ഉണ്ടെങ്കിൽ പട്ടിയാണ്. വഴി മൊത്തം പൊളിഞ്ഞ് കിടക്കും. എത്ര നാളായല്ലേ ഈടവന്മാര് റെഡിയാക്കിയത്. ഇത് 1 വർഷത്തിൽ കൂടുതലും കണ്ടേ. ഈടെ ചുമ്മാ ഇവന്മാര് അതിനകത്ത് എന്തോ കുറച്ച് മണ്ണങ്ങാണ്ട് കൊണ്ടിട്ടു. അതിനെ വഴി ചുമ്മാ ഇതേ അടുത്ത് ഓഫ് റോഡ് വണ്ടിയൊക്കെ ഇതിനൊക്കെ ഇനി താറൊക്കെ പറ്റത്തുള്ളൂ. ഈ വഴി ഓഫ് റോഡ് വണ്ടി നമ്മുടെ റോഡിൽ പറ്റത്തുള്ളൂ. ഇതെന്നും വൈകിട്ട് നമ്മൾ ഈ പള്ളി കയറും. എന്നിട്ട് നമ്മളവിടെ നേർച്ചയിട്ടിട്ട് പിന്നെ അവിടെ നേരെ നമ്മൾ പോയി ദോശ വാങ്ങിച്ചു. ഇത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ളൊരു കടയാണ്. നല്ല ദോശയൊക്കെ അവിടുത്തെ ഒരു അമ്മയും അച്ഛനും കൂടെ നടത്തുന്ന. പിന്നെ കുട്ടൻ്റെ ക്ലാസ്സിലെ മീറ്റിംഗ് ആണ് ഇത്. അവന് എത്ര അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും ഉച്ചരിക്കാത്തവരും പിള്ളേർ ഉച്ചരിക്കുന്ന പോലെ തന്നെ എഴുതി നിൽക്കുന്നത്. അതിനകത്ത് നല്ല ഉച്ചാരണം അവർ കേൾക്കാത്തതുകൊണ്ടാണ്. അപ്പം അവൻ്റെ സാർ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുവാണേ. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ ബൈ.